നമസ്കാരം. ഇന്നത്തെ എൻ്റെ ആപ്തവാക്യം: ശാരീരിക ശക്തിയും ബുദ്ധിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്, വിപരീത അനുപാതത്തിലാണ്, സമ അനുപാതത്തിലല്ല, ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ അല്ല. വിശദീകരിക്കാം. നല്ല ശാരീരിക ശക്തിയുള്ളവന് ബുദ്ധി കുറവായിരിക്കും, നല്ല ബുദ്ധിയുള്ളവന് ശാരീരിക ശക്തിയും കുറവായിരിക്കും. ഇത് രണ്ടും വിപരീതമാണ്. നല്ല ബോഡി ബിൽഡേഴ്സ്, നല്ല കായികാഭ്യാസികൾ, നല്ല വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, നല്ല കായിക താരങ്ങൾ, ഇവർക്കൊക്കെ ബുദ്ധി കുറവായിരിക്കും. അവർക്ക് ശാരീരിക ശക്തി, ക്ഷമത കൂടുതലാണ്. എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ല മസിൽമാനായ ഒരു ശാസ്ത്രജ്ഞനെ, ഒരു സാഹിത്യകാരനെ, ഒരു ലോക നേതാവിനെ, നല്ലൊരു രാഷ്ട്രീയക്കാരനെ, നല്ലൊരു പ്രഭാഷകനെ, നല്ലൊരു പ്രതിഭയെ കണ്ടു കാണത്തില്ല. അതിനും വ്യത്യാസമുണ്ട്. ബൗദ്ധിക തലങ്ങളിൽ പോകുന്നവർക്ക് ശാരീരിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകും. ശാരീരിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവന് ബൗദ്ധിക തലങ്ങളിലേക്ക് പോകാതിരിക്കും. ഞാൻ 120 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുമ്പോൾ വായിക്കുന്ന ശീലമുള്ളവന്, ബൗദ്ധിക തലങ്ങളിൽ പോകുന്നവന്, അവൻ പുസ്തകങ്ങൾ വായിക്കും. അവൻ്റെ ശരീരം ശോഷിച്ചിരിക്കും. എൻ്റെ ബുദ്ധി കുറഞ്ഞിരിക്കും, ശരീരം നല്ല ഫിറ്റായിട്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോകണം. ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്നതാണ് നല്ലത്, സാധാരണ ഒരു മനുഷ്യന്. ഇത് കേട്ടിട്ട് എനിക്ക് ബുദ്ധി കുറവാണെന്ന് നിങ്ങൾ ആരോപിച്ചു. ശരിയാണ്. നന്ദി, നമസ്കാരം.